ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ അടക്ക് ജയം കേട്ടാ പോവാ. എന്ത് ക്ലാസ്? ഞാനൊക്കെ ഇപ്പോൾ ക്ലാസ് ഉണ്ടായിട്ട് അവിടെ എത്തി. ഇങ്ങോട്ട് വന്നാ എക്സാം പൊട്ടിയ എന്താ ഞാൻ ശരിയാക്കി തരാം. വാ, ഉറങ്ങിയില്ലേ? ആ കുഴപ്പമില്ല, അത് ശരിയില്ല. ഇവിടെ ഇരിക്ക്. എന്താ എക്സാമുകൾ പറയണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തി അല്ല. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുകയാണ്. മറ്റേത് GCC കൺട്രികളിലും നമുക്ക് ലഭിക്കാത്ത വിധത്തിലുള്ള എൻട്രിയും സ്വീകരണവും സ്നേഹവുമാണ് ഇപ്രാവശ്യം നമുക്ക് ദുബായ് UAE തന്നിട്ടുള്ളത്. സോ ദുബായിലെ വ്ളോഗ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദുബായ് വ്ളോഗ്സുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നാട്ടിലെത്തി ചെയ്യുന്ന ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ നമ്മൾ 22 lakh സബ്സ്ക്രൈബേഴ്സിൽ പോകണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വ്ളോഗ് കാണാറുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാം. സബ്സ്ക്രൈബ് എന്നിട്ട് നിങ്ങൾ വ്ളോഗ് കാണാം. സോ നമ്മൾ 22 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈച്ചുവിൻ്റെ വ്ളോഗിൽ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അടുത്തൊരു വ്ളോഗിൽ ഞാൻ മൊത്തം മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇപ്പോൾ ടൈം 10:45 എന്താണ് കൊടുക്കണു അറിയണത്? ഏത് മറ്റേ എൻ്റെ സാധനങ്ങൾ ഓല ബാഗ് ഇവിടുന്ന് എടുത്താൽ മതി, അത് നമുക്ക് എടുക്കാം. അപ്പോൾ കാരണം എൻ്റെ സാധനങ്ങൾ അഫിൻ്റെ ബാഗ്, ഈച്ചുവിൻ്റെ ബാഗ്, കേപ്പിൻ്റെ ബാഗ്, ആഷിഖാൻ്റെ ബാഗ് ഇവരെടുത്ത് മാറ്റി ഒരുപാട് ബാഗുകളായിട്ടാണ് എൻ്റെ ലഗേജ് വിട്ടത്. അപ്പോൾ എനിക്ക് മാത്രം ഏകദേശം 30 കയ്യിൽ 30 കാർഗോ, 277 പിന്നെ ആദ്യം പോകുന്ന 30 ബാഗ്, അങ്ങനെ ഒരു 100 കിലോ ലഗേജ് എൻ്റെ മാത്രം ഉണ്ട് കേട്ടോ നാട്ടിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? പെട്ടി പൊട്ടിക്കാൻ എക്സൈറ്റഡ് ആണോ? ഇങ്ങനെ നാട്ടിലത്തെ ഗ്രൂപ്പിൽ മഴയുണ്ടോ, നാട്ടിലത്തെ ഗ്രൂപ്പിൽ തോട്ടിൻ്റെ വീട് റിപ്പോർട്ട് കണ്ടോ, അവിടെ കുത്തിറങ്ങി. ഇപ്പൊ ചെയ്യാ തീ പോലത്തെ സാധനങ്ങളാണ് ഇപ്പച്ചിക്കുള്ളത്. എന്തുപോലത്തെ? ഭാഗ്യവതി അല്ലേ നിങ്ങള്? മാസം പെട്ടി പൊട്ടിക്കുള്ള മാഷാഅല്ലാഹ്. എന്തുപോലത്തെ സാധനങ്ങളാണ് ഇപ്പച്ചിക്കുള്ളത്? എന്താണ് വരട്ടെ സാധനം? തീ പോലത്തെ. എന്തുപോലത്തെ? തീ പോലത്തെ കാനഡയിൽ നിന്ന് വന്നിട്ട് ഡൊമസ്റ്റിക് പെട്ടി മുതൽ ഇന്റർനാഷണൽ പെട്ടി വരെ പൊട്ടണത് അർഷു കണ്ടിട്ടുണ്ടോ നേരിട്ട്? ബൈക്ക് പോര് പൊന്തും 100 കിലോ മൊത്തത്തിലല്ല, 30 കിലോ പിടിച്ചോ. അന്നിയും കൂടി തൂക്കണ്ടി വരും. 30 കിലോ ഉണ്ട്. 30 ആലോചിട്ടോ. അപ്പൊ ഈ ഒരു പെട്ടി പൊട്ടിക്കാനും പെട്ടി കെട്ടാനും ഇങ്ങോട്ടെത്താനും നമ്മളുമായി സഹകരിച്ച സ്ഥാപനം 123 കാർഗോ UAE. കത്തി വേണ്ട, കത്രിക ഉണ്ട്. എടാ മദ്യടാ, ഞാൻ പൊട്ടിച്ചേരാ. അപ്പൊ ഈ കത്രിക ശരിച്ചല്ലേ? ഇതാണ് എന്റെ ടോപ്പ്. അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട അഫീഫ അന്തംഗമി ഹൈസ്കൂൾ പോയിട്ട് എത്ര ദിവസമായി? 5 ഇന്നേ പറയട്ടെ, ഇതുവരെ സ്കൂളിൽ 40 കുട്ടികളത് കേട്ടാ മതി.
ഇന്ന് വൻ കോമഡി ഉണ്ടായി. അഫീഫിന് ലൂസ് മോഷൻ വന്നു. പറയട്ടെ, ഏതൊരു മനുഷ്യനും ലൂസ് മോഷൻ വരുന്നതാണ്. അതൊരു അസുഖം മാത്രമാണ്. അപ്പൊ ഫുഡ് പോയിസൺ വന്നേക്കണം അഫീഫിന്. അപ്പം അഫീഫിന്റെ ക്ലാസ് ഗ്രൂപ്പിൽ എന്റെ കൗതുക കേട്ടില്ല. അപ്പൊ അഫീഫിന് ഫുഡ് പോയിസൺ വന്നപ്പോ പറയാനയക്കണില്ലല്ലോ. അപ്പൊ ഫുഡ് പോയിസൺ വന്നപ്പോ ഇപ്പച്ചി എന്ത് ചെയ്തു, അഫീഫിന്റെ ടീച്ചർമാരുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ക്ലാസ് ഗ്രൂപ്പില് നല്ല ഉറക്കില് പറിച്ചാലേ ഇതിൽ കേക്കൂട്ടെന്നാലും അല്ല കുട്ടികളെ പേരൻസും കുട്ടികളുള്ള ക്ലാസ് ഗ്രൂപ്പിൽ ആബ്സെന്റ് ആയതിന്റെ കാരണം രേഖപ്പെടുത്തണം. അതിൽ ഇപ്പച്ചി എന്ത് ചെയ്തു, ഒരു 4-4:30 ആയപ്പം ലൂസ് മോഷൻ അഫീഫ് അണ്ടർ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടു. 11 കിട്ടണേ. അപ്പൊ അതിന് കുറെ റിയാക്ഷനും ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ബഹുമാനപ്പെട്ട അഫീഫ് അന്തംഗമ്മിയെ നീച്ച ഉച്ചക്കേശാണ്. അപ്പൊ ഉച്ചക്കേശാണ് അഫീഫ് ഇത് അറിയുന്നത്. ആണോ? പിന്നെ ഇതിപ്പോ ഒളിച്ച് കഴിച്ചല്ലേ. അപ്പൊ ഞാന് ജിമ്മില് ട്രെഡ്മിലുമ്പോ നിൽക്കുമ്പോഴാണ് അഫീഫിനെ വിളിച്ചത്. എവിടെ ഇപ്പച്ചി? എന്താ ഇപ്പച്ചി കുറച്ച് അപ്പുറത്ത് വർക്കൗട്ട് ചെയ്യാം, ഞാൻ ട്രെഡ്മിലുമ്പോ ഉറങ്ങിച്ചെന്ന് പറയും, ഡിലീറ്റ് ആക്കാൻ പറയും. ഇപ്പച്ചിന്റെ ഫോണിൽ എന്റെ ഗ്രൂപ്പിൽ മെസ്സിന്റെ മാനം കെടുത്തിരിക്കണായിരുന്നു. അതിൽ അപ്പോൾ തന്നെ ഇപ്പച്ചി പിന്നെ ഡിലീറ്റ് ആക്കി അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ദുബായ് പെട്ടി, ഈ പെട്ടി നിറയാൻ കാരണമായ ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഷബാദ് ഖാൻ എന്നുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഞാൻ എത്രത്തോളാണ് ഷബാദ് ഖാനോടും അൽമദീന ഗ്രൂപ്പിനോടും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ടീമിനോടും കടപ്പെട്ടിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടിൽ വന്ന് മാനം കെടാതെക്കാൻ എൻ്റെ മാനം സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അൽമദീന സൂപ്പർ മാർക്കറ്റും ഷബാദിക്കാണ്. കാരണം എല്ലാ പ്രാവശ്യവും എന്നോട് വേറെ അവിടെ നിന്ന് വാങ്ങരുത്. ലൂസ് മോഷന്റെ മെസ്സേജ് ഇട്ട് ഇപ്പൊ ചെയ്യല്ല. ഞാൻ എന്താ എന്നോട് ചെയ്തത്, എന്നോട് ദേഷ്യം തീർക്കാൻ ഇല്ലേപ്പാ. അപ്പം ഇതാണ് നമ്മളെ ബഹുമാനപ്പെട്ട പെട്ടിട്ടോ, തുറക്കുകയാണ്. ആദ്യം തന്നെ ഇപ്പച്ചിക്ക് ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റ് അതവിടെ സൈഡ് എടുക്കണം വെച്ചു. ഇതെന്താ ഇതിന്റെ ചെരുപ്പ് ഇത് മറ്റേതല്ലേ? ഇനി ട്രെൻഡിങ് ആണ്. ഇത് വിറ്റ് ഇപ്പൊ ടോപ്പ് 10 റിച്ചസ്റ്റ് മാനിൽ എന്തോ ഇയാള് എത്ര 1.1 അല്ല എത്ര ബില്യൺ $US ഈ സാധനം ഇതെന്താ അറിയില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന്റെ ചരിത്രം പറഞ്ഞതാ. അപ്പൊ രണ്ടാമത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറഞ്ഞത് ലൂയി വിട്ടൺ. അപ്പൊ ലൂയി വിട്ടന്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഞാൻ അത് കുറെ കണ്ട് മോഹിച്ചിക്കണെന്നല്ലാതെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട രാജേഷ് ചേട്ടനാണ് കേട്ടോ. രാജേഷ് ഫിലിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയണം. രാജേഷ് ചേട്ടനെ സമ്മാനമായിട്ട് തന്നാണ് ഈ സാധനം. ഇത് പെർഫ്യൂമാണ്. ഇതിന്റെ വില കേട്ടാ ഞെട്ടു. എത്ര ഉറുപ്പ്യ ഉണ്ടാവും വർഷം? ലൂയി വിട്ടന്റെ റേഞ്ച് വെച്ച് 50,000. ആ റേഞ്ചിക്കൊക്കെ വരും. ഞാനൊരു 50K പറയണേ. ഞാനൊരു 65. മച്ചി ആകെ മറ്റേതാ തേക്കല്ലേ. എന്താണ് മറ്റേ പേര്? മറിയം മാത്രം തേച്ചിട്ടുള്ളൂ. ഇപ്പൊ എത്ര ഉണ്ടാവും? 50. അപ്പൊ എന്തായാലും ഇതിന് എത്ര ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയാ. ഈ സ്പ്രേക്ക് എത്ര രൂപ ഉണ്ടാവും? ലൂയി വിട്ടൺ ഇമാജിനേഷൻ. ചെരിഞ്ഞ് ചാടിയല്ലേ. ഇത് മിക്കവാറും എടുത്തച്ച് കേടാനുള്ള സാധനം കേട്ടോ. അതിന്റെ സ്മെല്ലാണ് കിട്ടണമെങ്കിൽ സാമ്പിൾ അടിച്ചാൽ മതി. അതിനുള്ളതൊക്കെ ഉള്ളൂ. അടിച്ചോ. അടപ്പും സംഭവം. ഇതില് നല്ല കുരുമുളക് ഇട്ടച്ചോണ്ടി.
ലൂയി വിറ്റോന്റെ പാത്രത്തിൽ നല്ല കുരുമുളക് അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ടൊക്കെ ഞാൻ പറയില്ല പക്ഷെ എന്നാലും ഗസ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഗസ് ചെയ്യാ, എല്ലാരും ഗസ് ചെയ്യാ, എല്ലാരും കമന്റ് ചെയ്യാ, വില പറയരുത് കേട്ടോ ആരും. ആ റേഞ്ചാണ് ഏകദേശം ഞാൻ പറഞ്ഞ റേറ്റ് അല്ലേ. രണ്ടാമത് ലത ചേച്ചിന്റെ കുട്ടിക്ക് ലബൂബു. പിന്നെ ഇത് അടിച്ചില്ല കേട്ടോ, 500 വെച്ച് അടിച്ചാലും കറക്റ്റ് ആവും തോന്നുന്നു. ഓരോ നോട്ടിനും ലബൂബുന്റെ അതായത് ലബൂബു ചാത്തനാണ്. ഇത് ചാത്തൻ വെച്ചാല് ജീവിതത്തില് ദുഷ്പ്രവർത്തികൾ മാത്രം സംഭവിക്കും. ജൂനിയർ മാൻട്രാക്കാണ്. ഈ ലബൂബ് നമ്മളെ പെരയിലുണ്ടെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകും. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. വലിയ നാശങ്ങൾ ഈ പെരയിൽ ഇനിയൊന്നും നശിച്ചു പോവാനില്ല, അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നത്. ഇത് വിറ്റ ആളുണ്ടല്ലോ, അയാളാണ് ചൈനയാണോ എവിടെയാണോ ജാതി അത് ഫുള്ള് പഠിച്ച് വന്നപ്പോ പറയും. ഫേമസ് ആയത് എങ്ങനെയാ അറിയോ? ഈ സെലിബ്രിറ്റീസ് ഇന്നെ പോലല്ലോ നല്ലത്. ഞാനത് തൂക്കിയാണെന്നിട്ടൊന്നുമില്ല, ആണ് മനസ്സിലായി. അപ്പൊ ഇത് എനിക്ക് ഇനി ഒച്ച ഉണ്ടാക്കല് കേട്ടോ, ഇനി ഒച്ച ഉണ്ടാക്കല്. ആദ്യത്തെ സാധനം ഇവിടെ ഉണ്ട്, ലൂയി വിട്ടൺ. ഇത് തട്ടി ചിന്തല്ലിട്ടമ്മ അല്ലമ്മ പറയാ, പേടിയാവുക യൂസ് ചെയ്യുമ്പോ. ഇത് എനിക്ക് ടീം അൽത്തമാമിന്റെ വക സമ്മാനമായിട്ട് തന്നൊരു ലാൻഡ് ക്രൂസർ V8. ഇപ്പൊ ചെറുത് വലുതാവുമ്പോ ഇൻഷാല്ലാ വലുത് വാങ്ങാന്ന് പറഞ്ഞോല്. ഇത് പോയിനല്ലോ ഇങ്ങനത്തെ സർഫേസിൽ വെച്ചിട്ടാ. ഇപ്പൊ അതുണ്ടല്ലോ ഇപ്പ ഇത് ലൈറ്റ് എത്തും. ആ നോക്കി ലൈറ്റ് എത്തും. ഇനി ബാക്ക് വലിച്ചാല് കുത്തിരി ആയി ആ ലൈറ്റ് ഓഫ് ആക്കാം, അല്ലെ ബാറ്ററി ഇറങ്ങും. ഞാൻ എടുക്കാം. രസല്ലേ, ലൈറ്റ് എത്തും, പതിഞ്ഞു പോകും. പിന്നെ ഒരു രാവിലെ ഉണ്ടാക്കി കുടിക്കാൻ ഒരു മുസ്ലി, ഹെൽത്തി മുസ്ലി. ഇതൊക്കെ പ്രോട്ടീനാണ്. 1 2 3 4 5 ബൗണ്ടിപ്പ് വരും. ഇത് ഹെൽത്തി, ഇതും ഹെൽത്തി. ഇതിട്ടിട്ടൊരു വ്ളോഗ് വരാണ്ട്. കറങ്ങണ അത് 3 ആ സാധനങ്ങളുടെ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ചായപ്പൊടികൾ ഇൻ ദുബായ്. സൊസൈറ്റിയുടെ ചായപ്പൊടി. ഇത് ഞാനൊരു ബേക്കറിയിൽ വെറുതെ നടന്നു പോയപ്പോൾ ഒരു കാക്ക വന്നിട്ട് എന്നെ ഏൽപ്പിച്ച് പറഞ്ഞു, ഇത് ആഴ്ചമാത്താക്ക് കൊടുക്കണം. പെർഫ്യൂമാണ്. ആ ആഴ്ചമാത്താക്ക് ഒന്നുണ്ട്, ലത ചേച്ചിക്ക് ഒന്നുണ്ട്. ആഴ്ചമാത്താക്ക് കിട്ടും, രാവിലെ തന്നെ കിട്ടും. ആഴ്ചമാത്താക്ക് അടുത്തേക്ക് ആ ഇത് കുടിക്ക്. കണ്ണ് കടിച്ചോ ഇമ്മച്ചിയെ? ആ ഊതുമണം. അത് ഇതൊക്കെ അവിടുന്ന് കിട്ടിയാ കണ്ട വെച്ചാ. ഇത് ഓരോന്ന് തിന്നാണി. നല്ല കാരക്കന്റെ ചോക്ലേറ്റ്, ധീമ കാരക്ക നൽകുന്ന. എടുത്തോ തിന്നാണ്. ഇതാ നോക്കി, ഇതുപോലെ തനത് സാധനമാണ്. അതിൽ 2 ഉണ്ട്, അതായത് 2 ബിസ്ക്കറ്റ്.
അത് കിടക്കി ഇപ്പച്ചിക്കൊരു ഫോണുണ്ട്. വരട്ടെ. ഇത് രാജശേഖരൻ്റെ വക രാജശേഖരൻ തന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് എവർ. റെഡ് മാജിക്കിൻ്റെ ഗെയിമിംഗ് ഫോണ്. റിട്ടയർമെൻറ്റ് സമയങ്ങളിൽ സ്കൂൾ വിടുമ്പോൾ ഗെയിം കളിച്ചിരിക്കാൻ ഇപ്പച്ചിക്കൊരു ഗെയിമിംഗ് ഫോൺ. ഇതാട്ടോ സെയിം ഫോണാട്ടത്. കണ്ടോളിയും. ഇതിൻ്റെ മൂട്ടിൽ എങ്ങനെ ലൈറ്റ് എത്താ? അതിൻ്റെ ചാർജറും ഇതൊക്കെ ഉണ്ട്. റെഡ് മാജിക്. അഫീഫ് പറയുന്നത് സൂപ്പർ സാധനമാണ്. അഫീഫ് അതിൻ്റെ സെറ്റപ്പ് പറഞ്ഞെടുത്താ. ഇതെന്താ കൂളറൊക്കെ ഉണ്ട് ഇതിന്. സാധനം ചൂടാവില്ലല്ലോ. ഗെയിമിങ് പക്ക ഗെയിമിങ്. ചൂടാവാതെക്കാനും ഫോൺ പറഞ്ഞപ്പോഴേ നബീലായി ഷാനുവിന് മേടിച്ചു കൊടുക്കണം എന്ന്. അർച്ചി പറഞ്ഞേ. അർച്ചി വല്ലേ ഇതപ്പാ അതിന്റെ പറ്റി പിടിച്ചോളി. ഓക്കെ, നമ്മുടെ സ്കൂളില് കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ റെക്കോർഡ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനൊക്കെ ആ ഫോൺ ഉപയോഗിക്കും. നമുക്ക് ഉപയോഗിക്കും. കുട്ടികൾക്ക് ഗെയിം കളിച്ചാനും കൊടുക്കാം ഇന്റർവെല്ലിന്. ഇത് വേറെന്താ മുട്ടായി? ഇതാ ഇത് പൊട്ടിച്ച് നാളി. കുനാഫ പിസ്താഷ്യോ. ഇതാ കുനാഫ പിസ്താഷ്യോ. റെഡ് മാജിക് കുനാഫ പിസ്താഷ്യോ. ഷുഗർ അടിച്ചോണ്ട് ഡെഡ് ആയാലോ. ഇതെന്താ മുട്ടായി അമ്മ? ഈ മുട്ടായി രസമുണ്ടോ? കാരക്കൻ്റെ ഒരു ടേസ്റ്റിൽ മുട്ടായി അല്ലേ? അഫിൻ്റെ കുട്ടികൾക്കുള്ള മുട്ടായി ഇതിലുണ്ടോന്ന് തപ്പണം. നോക്കട്ടെ. ഇത് സെലിബ്രേഷൻസ് മുട്ടായി. അതെ, ഒന്ന് പൊട്ടിച്ചാളി, എല്ലാരും കഴിച്ചാളി. ഇത് വേറെ അമ്മ, ഇത് വേറെ. എടാ ഇവിടെ ഇരിക്കേ. ഇതും ആ കാക്ക തന്നാണ്. ഇത് ലതച്ചേച്ചിക്ക്. ലതച്ചേച്ചിക്ക് ഒരു സാധനം. ഇതും ആ കാക്ക തന്നാണ്. ഇത് നമുക്ക് ആർക്കെല്ലാം ആയിട്ട് കൊടുക്കുക, ആർക്കെല്ലാം എടുക്കുക. നോ പ്രോബ്ലം. മറിയം മറിയം ഓക്കെ. പ്രോട്ടീൻ ബാർ. ഇതാഫിക്ക് ഇത് ഒറ്റ തിന്നാ മതിയല്ലോ. ഇത് ലബൂബു. ഇത് ഏത് കളറാവും നബീലെ? ലബൂബുവിന് ഒരു പ്രത്യേകത ഉണ്ട്. വാങ്ങണോർക്ക് അതിന്റെ കളർ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ മേടിക്കാൻ കഴിയില്ല. ഞാൻ അന്നത്തെ അതിൽ ഫുള്ള് കണ്ടതാണ്. ലബൂബുന്റെ കളർ ആർക്കും മനസ്സിലാവില്ല. കാര്യം മണ്ട അതന്നെയല്ല അതിന്റെ ഏറ്റവും വലിയ സർപ്രൈസ്. നമുക്ക് അറിയാം. ഞാൻ ഇന്നാണ് അറിയുന്നത്. ഒക്കെ ഞാൻ അന്നൊരു ആ ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നത്. ഹർഷം എങ്ങനെയുണ്ട്? ദുബായ് ദുബായ് പിസ്താഷ്യോ കുനാഫ. എന്ത് അതിലല്ല അടിച്ചിട്ട് ഇത് നിന്നേ. ഹർഷജ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് എന്തിനാ? 8K ക്യാമറ കാണാനാണോ? നല്ല ടേസ്റ്റ് ഇല്ലേ? ഇതാണ് ദുബായിത്തെ സ്പെഷ്യൽ സാധനല്ലേ? നമ്മളെ സാധനം ഉണ്ടാക്കിയേ ഏകദേശം ഇതുപോലെ ഉണ്ടായില്ലേ? പണ്ട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കില്ലേനോ? അല്ലാ ബീഫ് ഞാനും. ഇത് ഏത് കളറാവും? ഇതെന്താ? ഇത് ലബാബ. ഞാൻ പറയുന്നു ഇത് ഈ കളർ നീല. ഞാൻ പിങ്ക്. കറുപ്പ് പിങ്ക്. അഫ എന്ത് പറയുന്നു? ആര് പറഞ്ഞു? വന്നില്ല. ഞാൻ പറഞ്ഞു കേട്ടോ. ആര് പറഞ്ഞു? ഇജ്ജ് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ആളാണ് ഇതിന് ടച്ചായ നീല. ബർക്കത്തൊക്കെ പോവും. വെറുതെ പറയട്ടെ, എനിക്കറിയില്ല അതിന്റെ ചരിത്രമൊന്നും.
അല്ല അനക്ക് ഇത് കൊണ്ടമാനം കിട്ടും ഇത് കിട്ടാലെന്നൊക്കെ പറഞ്ഞു ഇത് ആകെ കുറെ ഇത് ചാറുവല വാങ്ങി അല്ല ഇതില്ല ചേച്ചിന്റെ കുട്ടികൾക്കും എല്ലാ പിള്ളേരും ഓരോ എന്താ ഷംസോക്കാൻ്റെ കുട്ടിയൊക്കെ ഒന്ന് 2 ഉണ്ടാവും ഇത് നശിച്ചു പോണാന്ന് കൊടുക്കണം കേട്ടോ ആ കുടിക്കോ ഇതാ വേറെ കളറ് ഇതാ ഈ ലബൂബ് മൊത്തം നമുക്ക് സ്പോൺസർ ചെയ്ത അൽത്തമാം ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ ലബൂബ് സ്പോൺസർഡ് ബൈ അൽത്തമാം ഇലക്ട്രോണിക്സ് ആ ഞാൻ പോയ കട കുനാഫ സ്പോൺസർ ഷവാദ് കാ താങ്ക് യു സോ മച്ച് ഇതൊക്കെ എന്താ ഇവിടിരുന്നോ എനിക്ക് ആ സ്ഥലം അങ്ങോട്ട് വാ നിന്ന് ഹർഷന് കേട്ടതാ പെട്ടിയിലിട്ട് കൊടുത്തോളൂ എടാ സൗണ്ട് ഉണ്ടാക്കല്ലേ ഇത് മിക്സിങ് അത് കോഫി മിക്സ് ചെയ്യാന് ഇത് ഇജ്ജ് പറഞ്ഞേ ചോക്ലേറ്റ് എന്റെ മൈക്കിൽ വൃത്തിയോട് പറയല്ലോ ഇതായിക്കോച്ച അത് പ്രോട്ടീനാ ഇത് പച്ചക്ക് കത്തുകൾ എഴുതാൻ എൻവലപ്പ് ദുബായിൽ നിന്ന് അതായത് അത് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ കൊണ്ടുവരിക കുറച്ച് എടുത്തിട്ട് ക്ലോസ് വെച്ചോ മനസ്സിൽ ക്ലോസ് എടുത്തോ ഒച്ച ഉണ്ടാക്കില്ല മൈക്ക് ഇവിടെ കേട്ടോ പൊട്ടിക്കണ്ട അതോ ഇത് പെൻസില് ഒപ്പിടാൻ ഇഷ്ടമുള്ള കളർ എടുത്തോളി ഗ്ലോയിങ് ആണ് ഇതാ ചോക്ലേറ്റ് ഇതാ മച്ചേതാ കളർ പെൻസില് ആ വാതിൽ നടക്കും കുറച്ച് ഒച്ച വരുന്നുണ്ട് ബോഡി സ്പ്രേ അല്ല ഞാൻ അങ്ങനല്ല ഞാൻ ഒരു ടീച്ചറല്ലേ ഞാൻ അപ്പൊ എനിക്ക് ആ ചിന്ത ഉണ്ടാവും വൺസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ ഇത് മുടി വരാന് ഇത് പിടിച്ചാ മസ്തായി പോകും അവിടെ എവിടെയും ഭീമ കാരക്ക ഇതാ കേട്ടോ വെച്ചാൽ ഇത് പ്രോട്ടീനാ അത് മാത്രമായിട്ട് തിന്നല്ലോ അത് തിന്നോ ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് പട്ടിശ്ശേരി കോക്കനട്ട് എന്തോ കോക്കനട്ട് വന്നപ്പോൾ അതിലെ കൊടുത്തതാ പ്രോട്ടീൻ കണ്ടച്ചാ ഇത് സ്പ്രേ ആണ് ഇതാ നോക്കി ഇത് മുട്ടായിമ്മ 8 കളർ ഇത് മുട്ടായി ഇനി ഇത് ബിസ്ക്കറ്റ് ഇത് എനിക്ക് ഓട്സ് ഇതാ ഫീഫിന് അങ്ങോട്ട് തന്നോളാം അഫീഫിനില്ല അഫീഫെ വന്നപ്പോ തൊട്ട് ചാമ്പി വിടല്ലേ അഫീഫിന് ഒന്നുമില്ല ഇവിടെ കൊണ്ട ആണേ അങ്ങനെയാണേ ചാമ്പ കൊണ്ടുവന്നോ പോരെ ഇഞ്ഞാണ് വെല്ലുവിളിപ്പുള്ള സാധനം അതായത് പല്ലേക്കാത്തോണ്ടേ അത് തിന്ന് പോവാൻ സ്കൂളിൽ പല്ലേക്കാത്ത സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ അത് തിന്നൊന്ന് ഇതാണ് പ്രൊഡക്റ്റീവ് സാധനം അതായത് കമ്പിച്ചണ്ടി എന്താക്കണ്ട കമ്പിച്ചണ്ടി എടുത്ത് ഞാൻ മൂന്നമ്മ അടിച്ചുട്ടോ ഇത് ഇത് കമ്പിച്ചണ്ടി
കമ്പിച്ചണ്ടി പണ്ട് നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒരു അറപ്പുണ്ടാവും അപ്പൊ അത് വരാതെക്കാൻ കമ്പിച്ചണ്ടി സോപ്പിൽ മുക്കുക. സ്വന്തം പാത്രം ഇത് നാളെ ആഴ്ച മാത്രം കണ്ട ജസ്റ്റ് ഇതിമ്മ തൊട്ടി പിടിച്ച് ആദ്യം ഇതിൽ പറിച്ചെടുക്കും. മിക്കവാറും തന്നെ ഉണ്ടാവും. കാരണം അറിയോ നോൺ സ്റ്റിക്ക് ഒരച്ച് വെളുപ്പിച്ചാളാ. നോൺ സ്റ്റിക്കിന്റെ പാത്രം സാധാ ചട്ടിയാക്കി. ഇത് തിന്നോളി മൂവ് വേദനകൾക്ക്. ഇത് എന്തോ ചോക്ലേറ്റ്. ഇത് വണ്ടിന്റെ ടയർ വരയ്ക്കാന്. ആകെ വാങ്ങിപ്പോന്നു. ആ അതാണ് കോടാലി തൈലം. കോടാലി തൈലം മധുരം കണ്ട് തിന്ന് അടിച്ചു കയറി കേട്ടോ. ഇതേ ഇത് ഫിലിപ്പീനികളെ ഇതില്ലേ ഇത് ഫിലിപ്പീനിയാളതോ നിങ്ങളില്ലേ അവിടെ പോയിക്കോളി. ആ റൂമിക്ക് നല്ല വീതി വലിപ്പുള്ള റൂമാണ്. നല്ല വീഴ്ച വെച്ചിരിക്കണ്. ഒച്ച ഉണ്ടാക്കില്ലേ. ഇത് ഫിലിപ്പീനിയോളതാണ് പറഞ്ഞ്. വേദനക്കും ഇതിനൊക്കെ തേക്കിനാണ്. വേദന പറന്ന് പമ്പ കിടക്കും. എടുത്തോളി. ചെറിയ വേദനയും ഇതൊക്കെ ഉണ്ടെങ്കിൽ തേക്കാം. ഇതാ പനിക്ക് മേത്ത് കൂടെ തേച്ചിട്ട് കാര്യമില്ല കേട്ടോ. ചൂട് കിട്ടാണ്ട്. ഇത് പപ്പായന്റെ സോപ്പ്. ഇത് സൺസ്ക്രീൻ ഉണ്ടാക്കാം. അത് ഞാൻ എടുക്കാം. ആ ഐഫോണിന്റെ ബോക്സുകളോടെ ആ രണ്ട് ബോക്സിലും അഫിയോ പോയി കണ്ട ആ ഫോണുകൾ ഇട്ട് വെച്ചാ 2 ബോക്സും. ഇത് ടോബ്ലറോണ്. ഇതാ പിന്നെയും നല്ല ചോക്ലേറ്റ്. ഇതൊക്കെ നല്ല ചോക്ലേറ്റ്. ഇതൊക്കെ തിന്നോളിപ്പാ. കുറച്ച് കേട്ടോ. ഇതെന്താ അത് ഇങ്ങോട്ട് തിരിഞ്ഞാ വിവേ എന്തൊരു വേറെ സാധനം ഞാൻ എനിക്ക് കൊടുക്കണേ വേർക്കുമ്പോ ഇതാക്കാൻ. ഇത് തുറക്കി. ഇത് ഞാൻ കൊടുന്ന കണ്ടപ്പോ കൗതുകം തോന്നി. നല്ല കാറ്റാണ്. ഇനി വേറെ മൂടുണ്ട് കണ്ടോ ജി. ഇത് കുട്ടിയാക്കല്ല കേട്ടോ. ഇത് എനിക്ക് വാങ്ങിയാണ്. ആരും കുട്ടിയാക്ക് എടുത്ത് കൊടുക്കരുത് കേട്ടോ. ആ മുട്ടായ കുട്ടിയാക്ക് കൊടുത്തോളി. ഇതൊരു ടീഷർട്ട്. ഇത് ലേഡീസ് ഒന്നല്ല. ആ നല്ല ലേഡീസ് ആക്കിയാണ്. ഇത് സോപ്പ് ടൈഗർ ബാം. മുട്ടായി. ഇതില് കിണറ്റിക്ക് നോക്കണോ നോക്കിയിട്ട് കാര്യമില്ല. ഇതട്ടോ ടീം അൽത്തമാം ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡിംഗ് LLC. ഞമ്മക്ക് ദുബായിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഐഫോൺ സെല്ലേഴ്സ് ആണ് കേട്ടോ. ഐഫോൺ എല്ലാ ഫോണും ഉണ്ട്. എല്ലാ ആക്സസറീസും ഗാഡ്ജറ്റ്സും ക്യാമറാസ് എല്ലാം സെല് ചെയ്യുന്ന ടീമാണ്. അപ്പം നിങ്ങൾക്ക് ക്യാമറ എന്ത് ഗാഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും
ആയിക്കോട്ടെ കേട്ടോ. iPhone 17 Pro വാങ്ങിത്തരാൻ പറയണ്ടി കേട്ടോ. ബലന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ആദ്യം തരാന്. അല്ല അപ്പൊ എന്ത് പ്രോ കൊടുക്കല്ലേ ഞാൻ കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പം അൽത്തമാം ഇലക്ട്രോണിക്സ് ആണ് നമുക്ക് ലബൂബ് ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഈ കണ്ട ലബൂബ് ഫുള്ള് ഇതിൽ ഇനി ലബൂബ് ഉണ്ട്. ഇത് പൊട്ടിച്ചോ കർഷക ഓരോന്ന്. അതല്ല അതപ്പോ പൊട്ടിച്ച് കാണാനൊരു ആഗ്രഹം ഉണ്ടാവും. പൊട്ടിക്കല്ലേ എന്താ പറയാ നമ്മളെ മൈക്ക് തന്നെ വേറെ ലോൽക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഒക്കെ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ പൊട്ടിച്ച് നിങ്ങളിപ്പോ എത്ര നമ്മൾക്കില്ല ആഗ്രഹം. അത് രസമാണ് അതിന്റെ കളർ അറിയണത്. പൊട്ടിച്ചു അതിന്റെ കളർ കണ്ടുപിടിക്കണ ഒരു രസമാണ്. എടാ നിങ്ങൾ അതേ ആഗ്രഹം ഇത് കിട്ടണ ചെറിയ കുട്ടിയൊക്കെ ഒരു 3 ഒഴിവാക്കിയിട്ട് നിങ്ങളെ കയ്യിൽ വെച്ചോളി. അല്ല ഒരു 3 ഒഴിവാക്കിട്ട് ഇത് പോപ്കോൺ. ഇതിപ്പോ ചിക്കൻ തിന്നാ സാൾട്ട് പെപ്പർ പോപ്കോൺ ആണ്. ഇടങ്ങറില്ലാത്ത വാസലീൻ ഇതാ ജെല്ലി ഇതാ ചോക്ലേറ്റ് ചൂടാക്കണം ഓവനിലിടണം. ചോക്ലേറ്റ് വീണ്ടും ചോക്ലേറ്റ് സ്റ്റീവിയ ചായപ്പൊടി. മറ്റേ ചായപ്പൊടി അല്ല ഷുഗറിന് പകരം ഇടാൻ പറ്റണ ഈ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താ. തലങ്ങി തിരിഞ്ഞും മറിഞ്ഞും പോണ വണ്ടി അവിടെ കാണിച്ചു കൊടുത്താ. എന്തിന്റെ കിച്ചണ് അത് ചീഞ്ഞു പോവും. പച്ചി മച്ചിയാണേ അവിടെ. അത്യാവശ്യം എന്താ ഇത് കാരക്കൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വരുന്ന ഒരു മുട്ടായി കാംറിച്ച്. ഇത് മൊത്തം മുട്ടായി കാരക്ക കൊറിയറിലാണ് വരുന്നത് തോന്നുന്നത്. ഈ ഇവല് തന്നെ ഒരു സാധനം കൂടി വരുന്നുണ്ട് 1 2 3ന്റെ. ഇതാ ഇത് കാരക്കൻ്റെ ഉള്ളിലാ വരുന്നത്. ഇതെന്താ പൊട്ടിച്ച് നോക്കിയടാ. എന്താ പൊട്ടിച്ച് നോക്ക്. അത് ഒലീവ് ഓയിലാണോ നിങ്ങൾക്ക്? ചോക്ലേറ്റ് ഇതാ ലബൂബുവിൻ്റെ പെട്ടികൾ. വെളിച്ചെണ്ണ ഇവിടുന്ന് അങ്ങോട്ടാ കൊണ്ടുപോകല് ചങ്ങായി. ഒരു കത്തി നല്ല വൃത്തിയുള്ളൊരു കത്തി ദയവ് ചെയ്ത് ഉള്ളി അരിയരുതുകൊണ്ട്. അല്ല എപ്പൽ മാങ്ങ അരിയുമ്പോഴും ഉള്ളിൻ്റെ മണം ഉണ്ടാവും. മറ്റേ വെള്ളരി അരിയുമ്പോഴും ഉള്ളിൻ്റെ മണം ഉണ്ടാവും. എന്തിൻ്റെ ഇപ്പോൾ ഉള്ളിൻ്റെ മണം? ഉള്ളി മണം ഒഴിവാക്കാൻ ഫ്രൂട്ട്സ് മാത്രം റൂമില. ഓക്കെ ഇത് ഫ്രൂട്ട്സിന് മാത്രം കൊടുത്താണ്. ഫ്രൂട്ട്സ് ചോക്ലേറ്റ് ചോക്ലേറ്റ്. ഇത് അഫീഫിൻ്റെ കൂട്ടുകാർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ബർത്ത്ഡേ മുട്ടായി. ആ നല്ല മുട്ടായിയാ. അയിമ തീർക്കും. വീണ്ടും ഫെറേറോ. ഇത് അമ്മച്ചിക്കൊരു പർദ്ദ തന്നാണ്. ആ ടീം ഇപ്പം 2-3 ടീം പർദ്ദ തന്നെ ഏൽപ്പിച്ചിരിക്കണേ. ഞാൻ ടീമിൻ്റെ പേര് പറഞ്ഞല്ല റബ്ബേ. നല്ല പർദ്ദയാണ്. ഇത് അമ്മച്ചി നിട്ടോക്കി. തട്ടുണ്ട് ഇതോ അതിന് തട്ടല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതും ഉമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. കുറച്ചാണ് ഇത് ഷബാദ് ഖാൻ്റെ കുടുംബക്കാർ തന്നാലല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓല് തന്നല്ലേ അതോ മറ്റേ കുട്ടി തന്നാണോ? എവിടെ തന്നെ ഇല്ല അതെ. നല്ല രസമുണ്ട് ആ വാർത്ത. ഈ ടീമിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ടീമിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നു വയ്ക്കണം, സോറി. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും എന്താണ് ആരാണെന്നുള്ളത്. ആ ഓലെന്നെ മിക്കവാറും പറയണ്ടാവും. ഇതെന്താ തീരാത്ത പർദ്ദ. അഫിദ ഒന്നിട്ടോയിക്ക ഇതോ ഈ കളറോ? ഈ സാധനം സൂപ്പർ കളറാ. അഫിട്ടായി അതിൻ്റെ ഓപ്പണായിട്ടാണ് കിടക്കണേ. പർദ്ദ തുറന്നു നടക്കണ പർദ്ദ കണ്ടാ അറിയില്ല ബുദ്ധിയില്ല റബ്ബേവിന്. അഫിഫ തിരിച്ചിട അഫിഫ ഇട്. ആ ഇട് എന്നാ അയക്കുള്ള ഷാൾ എന്നാ പാകല്ലേ? കറക്റ്റ് ഫിറ്റ് അല്ലേ?
മാഷാഅല്ലാ കറക്റ്റ് ഫിറ്റ് കറക്റ്റ് പർദ്ദ. നല്ല വർദ്ധയാണ്. ഒരു പെട്ടി കൂടി വരാണ്ടിന്റെ. ഇത് മാത്രല്ല ഇതെന്താ കണ്ട് പെട്ടി മറിഞ്ഞാ ഇതൊക്കെ ഹഫീഫേ രസല്ലേ? നല്ല പർദ്ദയല്ലേ? ഈ ടീമിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കൂട്ടോ, ഞാൻ വിട്ടോയി. ഇതാ ഹഫീഫിന് സ്കൂളിൽ പോകുമ്പോഴാണ് കടന്നിറങ്ങുമ്പോഴാണ് സുഖം കിട്ടാൻ സുഖപ്പർദ്ദ നൈറ്റ് ആയിട്ട് എന്താ കൊടുക്കൂടാണ്. അത്ര ഉണ്ടാ അത്ര ഉള്ളൂല്ലേ കൊടുക്ക്? അത്ര കൊടുക്കണ്ടാവുള്ളൂ. ആ ചുറ്റി കൊത്തി കൊടുത്താണിമ്മ. ഹഫീഫ മറ്റേ കറക്റ്റ് പെൺകുട്ടികൾ കേട്ടോ. മറ്റേ അബായന്റെ പേരിടിക്കുമ്പോ ഇതെന്താ ഇങ്ങനെ ആ പാട്ട് പാടുന്ന പെണ്ണില്ലേ എന്താ ദുബായിലുണ്ടായിനി ഓളിപ്പോ കോഴ്സൊക്കെ കഴിഞ്ഞു നീണ്ട മുഖായിട്ട് ഫർസിന ജുമാന മക്തും മുഹ്സിന. ഇപ്പൊ അതെങ്ങനെയുണ്ട് ഇപ്പാ പർദ്ദ? രസല്ലേ? ഇവിടെ ഇരുന്നോ അവിടെ നാണി. ഹായ് നീണ്ടിട്ട് വേറെ പെൺകുട്ടിണ്ടല്ലോ. ഇല്ല എനിക്കറിയില്ല ഏത് പെൺകുട്ടി നമുക്കറിയില്ല. എനിക്കറിയില്ല ആരാ എനിക്കറിയില്ല. നീണ്ടിട്ടൊരു പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? എനിക്കറിയോളം നിക്കാഹൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അയ്യോ അതാരാ നമുക്കറിയില്ല. നിഫ്താൻ ഉർദാന അല്ല നൂറുന്നീസ എന്താണാവോ നജ്മുന്നീസ പർദ അബായന കുത്തുബുന്നീസ. ഇത് ഉമ്മച്ചിക്ക് ഒരു ടീം തന്നാണ്. ടീമിന്റെ പേര് ഞാൻ മറന്നു. ഇതെന്താണ് ഇത് പിടിച്ച് വെറുത്ത് വെറുപ്പിന് അങ്ങേറ്റ തന്നെ നിൽക്കണ്ടോ? വെറുത്തല്ലേ ദുബായിന്നൊക്കെ വന്നപ്പോ അങ്ങനെ പറയാം. ഇതിന്റെ കുട്ടിയല്ലേ സ്കൂൾ പരീക്ഷ എങ്ങനെ പോയത്? അമിന സാധനം കഴിഞ്ഞോ? ഇതാ ഫീഫിന് പല്ല് വെക്കാനൊരു ബ്രഷ്. എന്നാ ഇതിന്റെ കേട്ടോ എടുക്കാനെടുത്തോ? അല്ല ഞാൻ വേറെ എന്റെ അടുത്ത് കറക്കല്. ഇത് സോപ്പ്, നല്ല സോപ്പും പെട്ടി. അപ്പൊ സുഹൃത്തുക്കളെ ഇതോടെ ആ ഇതൊക്കെ ഞാൻ കൊടുന്നാണ്. ഇത് ഇപ്പച്ചിക്ക് ഒരു സ്മാർട്ട് വാച്ച്. ഇത് ഉമ്മച്ചിക്ക് ഒരു സ്മാർട്ട് വാച്ച്. ആ ഇത് ഉമ്മച്ചിക്ക് ഒരു ടീം തന്നെ. ഇത് ഉമ്മച്ചിക്ക് ഒരു ടീം തന്നെ. ഇത് പേഴ്സ്. ഇത് ഉമ്മച്ചിക്ക് ഒരു ടീം അടുപ്പിക്കാൻ തന്ന ഡ്രസ്സ്. ഇതാണ് മറ്റേ പർദ്ദ. അപ്പൊ ഈ പർദ്ദ തന്നെ ഷബാദ് ഖാന്റെ കുടുംബക്കാരാണ്. കൺഫേം ആയി. ഈ പർദ്ദയും തന്നെ ഷബാദ് ഖാന്റെ കുടുംബക്കാരാണ് കേട്ടോ. രണ്ട് പർദ്ദയും ഓല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓല ഡീറ്റെയിൽ കൊടുക്കൂട്ടോ. ഇത് പറഞ്ഞ ടീം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓല് തന്നീനി. ഓല് പ്രാവശ്യം കാണാൻ വന്നീനി. ഓല് ഫുൾ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യാൻ വന്നീനി. എന്താ സ്മാർട്ടും പറ്റതൊക്കെ എല്ലാ വാച്ചും കാണാത്ത കാഴ്ച. അർഷ എല്ലാ സീലും ഏകദേശം എല്ലാരും പർദ്ദകളും നല്ല ഭംഗിയുണ്ട്. എന്റെ ഫോൺ എടുത്തു. എന്റെ ഫോൺ മേലുണ്ടോ? ഒന്ന് കൊണ്ടുവരുമോ? ഒന്ന് കൊണ്ടുവരുമോ? എനിക്ക് ഷബാദ് ഖാൻ ഒന്ന് വിളിക്കാനാ. അപ്പൊ ഇത്രയും സാമഗ്രികളാണ് കേട്ടോ. ഇത് കിട്ടിയില്ലപ്പ ഇപ്പച്ചിക്കൊരു സ്മാർട്ട് വാച്ച്. എന്താണ് 3 മോഡലില്
3 പട്ടകളിൽ. ആ അതന്നെ 3 സ്ട്രാപ്പുകളിൽ ഈ വാച്ച് കെട്ടാം. ഒന്ന് ബ്ലാക്ക്, മറ്റൊന്ന് ബ്രൗണ്, മറ്റൊന്ന് സ്റ്റീൽ. കേട്ടല്ലോ. എല്ലാ കളറിലുള്ള. ഇത് ഫുള്ള് നമുക്കൊരു ടീം തന്നാട്ടോ. വേൾഡ് ഓഫ് സിയാന ഓല് തന്ന പെർഫ്യൂംസ് ആണ് ഇത് ഫുള്ള്. 1 2 3 4 നമുക്ക് എല്ലാവർക്കും ഇതിൽ തന്നിക്കണേ 5. മസ്ക് അബിയല്, മുഹല്ലത്ത് അബിയല് സ്പ്രേ. കുടിക്കി ഇത് വെറും ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ വിചാരിച്ചത് strap ആണ്. അഫിയ ഫോൺ കിട്ടിയോ? അത് വെറും ബ്രേസ്ലെറ്റ്. ഇത് വാച്ച്, ഇങ്ങനത്തെ ഒരു വാച്ച്, മറ്റേത് smart അഫിയ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്താ. ഫർദ് തുണി ഇതാട്ടോ അപ്പച്ചിൻ്റെ വാച്ച്. ഈ വാച്ച് വേണ്ടി ഒരു എസ്തെറ്റിക് വാച്ചും ഉണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു എന്തൊക്കെ സെറ്റപ്പാ, സ്മൂത്താണല്ലോ ഇത്. അങ്ങനത്തെ ഒരു ഡിജിറ്റൽ വാച്ചും ഉണ്ട്. പിന്നെ നോർമൽ വാച്ചും ഇല്ല ഇപ്പം ഇല്ലേ? ഇവിടെ മറ്റേ വാച്ചില്ല ഇതിൽ. ഇതിൽ 2 വാച്ചില്ല. എന്നാൽ ഇതിലുണ്ട്. അതിൽ ഇതാക്കണം. മെച്ചിൻ്റെ ഇങ്ങനത്തെ ഒരു വാച്ച് ഉണ്ട്. ഇങ്ങനത്തെ ഒരു നോർമൽ വാച്ചും ഉണ്ട്. പിന്നെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ വാച്ചും ഉണ്ട്. ഇതങ്ങനെ സ്മാർട്ട് വാച്ച്. 3 വാച്ചാട്ടോ മെച്ചിൻ്റെ ഇല്ല. 3 സാധനങ്ങൾ, ബ്രേസ്ലെറ്റും വാച്ചും. ബ്രേസ്ലെറ്റും 2 വാച്ചും. എല്ലാത്തിനും പറ്റും. ഐക്കും പറ്റും, ദീക്കും പറ്റും. അയ്യോ ഇതിന്റെ കുപ്പായ ഒരു ഊരിത്തരാം. ഓൻ്റെ അടുത്ത് കൊടുക്ക്. മൈക്ക് ഇജ്ജ് പൊടിച്ചോ, ഓൻ്റെ അടുത്ത് കൊടുക്കും. ഓലെ പൂരായിരിക്കാണ്. എല്ലാവരും ഇപ്പോൾ തിരക്കിലായല്ലോ ഇപ്പോൾ ഇത്. അർഷോ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി കൊടുക്കണം. നീച്ചുമാക്ക് അർച്ചൊക്കെ കുടുങ്ങി. അർച്ചോ ഇങ്ങനത്തെ ഒന്ന് നെജിമാക്കൊന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. മാക്കൻ നമ്മളെ മറ്റേ ഇക്കാന്റെ പേരെന്തമ്മ, ഫിഗർ ഹാരിസ്, നമ്മളെ ചിത്രം വരക്കണേ മൂപ്പര്. മൂപ്പര് ഞാനും ഫിഗർ ഹാരിസ് ഹാരിസ് ക മൂപ്പര് തന്ന പെർഫ്യൂംസ് ആണിത്. അഹമ്മദ് അൽ മഗ്രിബിന്റെ ലെതർ. വൻ വിലപിടിപ്പുള്ള പെർഫ്യൂംസ് ആണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഇതും ഓല് തന്നെ തന്നെയാ. പിടിക്ക്. ചെറുപ്പത്തിലാണ് ഈ സാധനം. ഇവിടെ എന്താ നടക്കണേ? ഇവിടെയാണല്ലോ ചീറിയൊക്കെ വരുന്നേ. തിരിച്ചിടാം ഫുള്ള്. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതിന് പട്ടകളൊക്കെ അതിന്റെ ചുപ്പച്ചിട്ട് പൊട്ടി മടിയില് മാന്തി നോക്ക്. ഇമ്മച്ചിക്ക് ഈ പർദ്ദകൾ തന്നു കേട്ടോ. ഇതാ ഈ പർദ്ദ ഇമ്മച്ചിക്ക് അയച്ചത് മൈസ ബൈ സഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജ് ആട്ടോ. ഈ പേജിൽ നിന്നാണോ അയച്ചിട്ടുള്ളത് എന്താട്ടോ. ഈ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് വെറൈറ്റി പർദ്ദകൾ കാണാം. ഇവരാണ് തന്നിരിക്കുന്നത് കേട്ടോ. മൈസ ബൈ സഹർ എന്നുള്ള പേജ് കാണുന്നുണ്ടാവും എന്ന്. അപ്പോൾ ഇതാണ് ആ പേജ് ഇട്ടാ, മൈസ ബൈ സഹർ. ഞാനിത് ഇതിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സ്പ്രേകൾ സാധനങ്ങളൊക്കെ കിട്ടിയോ? ഇത് കിട്ടാൻ കുറച്ച് ലേറ്റായി. കിട്ടിയോ? എല്ലാവർക്കും എല്ലാം ആയില്ലേ? ഞാൻ അർഷുവിനും അർഷിക്കൊക്കെ കൊണ്ടുപോകാൻ മുട്ടായി ഉണ്ട് കേട്ടോ. ഇതാ ഇതാ പെർഫ്യൂംസ്. പിന്നെ ഇത് ഇനി ഇവിടെ സ്പ്രേ അല്ല പറയരുത്. എയർപോർട്ടിൽ തന്നെ പിടിച്ചോണ്ടേനി. അത് മറ്റേ സ്പിരിറ്റ് കളത്തിയാറുണ്ട്. അത്രയും ഉണ്ട്. 6 ബാഗ് മൊത്തം സ്പിരിറ്റ് ചെയ്നി. ഇല്ല, പെട്ടി ഇവിടെ വെക്കും. അപ്പൊ പെട്ടിയും പാക്കിങ്ങും നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് 123 കാർഗോ, ഇന്ത്യ ജിം ഷൈനിങ് കാർഗോ പാക്ക് ചെയ്ത് പോലാട്ടെ. ഇനി നമുക്ക് കാർഗോയും ഒരു 30 kg ലഗേജ് വരാണ്ട്. അതും നമ്മൾ വെയിറ്റിംഗിലാണ് കേട്ടോ. കുറച്ച് സാധനം കൂടി അതിലും വരാണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ദുബായിൽ നിന്ന് കൊടുത്തിട്ടുള്ള പെട്ടിയിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ. ഷെയറായില്ലേ? അടിപൊളി സെറ്റപ്പ് അല്ലേ? അപ്പൊ എന്തായാലും വൺസ് അഗൈൻ എന്റെ പെട്ടികയിൽ കഴിഞ്ഞു. ഇതില് ഇങ്ങക്ക്
അതിൽ നമ്മളെ സാധനം ഉണ്ടോ ഇനി ഇതല്ലേ ഇതിലുള്ളൊക്കെ എടുത്തുക്കണോ എനിക്ക് ഇതിലെൻ്റെ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ തോന്നണേ നോക്കട്ടെ ഇതിൽ നിന്നുള്ളതൊക്കെ എടുത്തുക്കണം ഇതിൻ്റെ ഉള്ളിലത്തേക്ക് കാണാനല്ല ആടാ ഇതിൻ്റെ ബോക്സ് എടുത്തിനാ കൊണ്ടുവന്നില്ലല്ലേ നമ്മള് ഇപ്പച്ചിക്ക് ടീം സിയ ഗോൾഡിന്റെ വക 2 സമ്മാനങ്ങളുണ്ട് ഇപ്പച്ചിക്ക്. ഒന്ന് പോലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു വാച്ച്. വാച്ച് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. ഇത് നേരെ ഇപ്പച്ചിക്ക് തന്നു. വേഗം കെട്ടിയോക്കി എക്സ്പെൻസീവ് ആണ്. അപ്പം പോലീസ് ശരി എനിക്ക് ഞാൻ വാങ്ങി തന്നിനല്ലേ പോലീസ്. നല്ലല്ലേ സെറ്റ് വാച്ചല്ലേ. അപ്പം ഇതിൽ കണ്ടാൽ ചിന്തിച്ചാൽ മനസ്സിലാവും ഏതൊരു പ്രവാസിനെയും പോലെ പാവപ്പെട്ട ഞാൻ ഈ ഏറ്റിക്കൊടുന്ന സാധനങ്ങൾ മൊത്തം എൻ്റെ കുടുംബത്തിനും കൂട്ടുകാർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിലുള്ള ഒരു മധുരം വരുന്ന സാധനം ഞാൻ കഴിക്കലുണ്ടാവില്ല. ഞാൻ കഴിക്കുന്ന ടൈമുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് മധുരം സ്കിപ്പ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ബാക്കി എനിക്ക് വാങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഏതൊരു പ്രവാസിനും പോലെ അവനവൻ്റെ ഹാപ്പിനെസ്സിന് ഞാൻ ആകെ വാങ്ങിയത് ഈ ഒരു കാറ്റ് വണ്ടിയും ഊതണ മെഷീനും പിന്നെ കുറച്ച് പ്രോട്ടീൻ ബാറ് പിന്നെ ഒരു കമ്പിച്ചണ്ടി. ഈ സാധനം മാത്രമാണ് എനിക്കുള്ളത് കേട്ടോ. വേറെ ഒന്നും എൻ്റെ സാധനങ്ങളല്ല. അടുത്തതായി ടീം സിയ ഗോൾഡ് തന്നെ തരുന്ന ഓന് തന്നെ വള ഇടമ്മ ഇതാ. ഇത് ഉമ്മച്ചിക്ക് ടീം സിയ ഗോൾഡ് നൽകിയ വള കേട്ടോ. സ്വർണത്തിൽ ചാലിച്ച ഒരു വള. അതന്നെ സ്വർണത്തിൽ മുങ്ങിയെന്ന് ഉദ്ദേശിച്ച അതന്നെ കാവ്യാത്മകമായി ഉദ്ദേശിച്ചാണ്. ചെങ്ങന്മാർ ഞാൻ എതിര് പറയണ ഇത് ടീം സിയ ഗോൾഡിന്റെ വക. ഇപ്പച്ചിക്ക് ഒരു വാച്ചും ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പച്ചിക്കുള്ളതാണ് ഓല് തന്നതാണിത്. അറേബ്യൻ ഊതിന്റെ വക ഒരു ഇത് മാത്രം 10 കിലോ ഉണ്ട്. ഹാർമോണി അല്ല, അത് DJ കൺസോള് അറേബ്യൻ ഊതിന്റെ. അറബിക് മിക്സുകൾ മാത്രം വരുന്ന ഉമൽ ഹബീബി മലു. എന്റെ വളേ എന്താ ഇനി കാട്ടിനി അറിയോ? ഇങ്ങനെ കുടിച്ചുകൊണ്ട് എന്താന്നുള്ള ഗസ് ചെയ്യട്ടെ. ഇതിലെന്തേക്കാരം നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്, ഇടക്ക് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾ പോണ 4 ആൾ അറിയും അങ്ങനത്തെ സാധനമാണ്. ഒരു മനുഷ്യന്റെ പിന്നെ ചിന്തകളും ഒക്കെ മാറ്റും. ചില ബൈക്ക് 4 ആൾ അറിയുന്ന ഇത് മറ്റേ സൗണ്ട് പോരല്ല. ഹലോ ദേവേട്ട, അവിടെ മഴ ഉണ്ടോ? വാച്ച് ഇഷ്ടപ്പെട്ടില്ലേ ദേവേട്ട? അവിടെ മഴ ഉണ്ടോ? ശിവേട്ട അവിടെ മഴ പെയ്യുന്നുണ്ടോ? ശിവേട്ട പ്ലാന്റ് പോൽ മഴ പെയ്യുന്നുണ്ടോ? ഇത് പ്ലാൻ ടു ഗോ ആണെന്നാണ് പറഞ്ഞേട്ടോ. അപ്പൊ ഇമ്മച്ചി തന്നെ പറ പ്ലാൻ ടു ഗോ ആവുന്നാണ് ഇമ്മച്ചി പറഞ്ഞത്. ഇബല് അതായത് ഇപ്രാവശ്യം നമ്മളുമായി സഹകരിച്ച സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്ന് ഫസ്റ്റ് സിയ ഗോൾഡ് നമ്മളെ കൊണ്ടുവന്ന് ഫുൾ A to Z കാര്യങ്ങളും ഓല് തന്നത്. ഇത് ഇപ്പച്ചിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഓല് തന്ന അയച്ചാണ്. ഇനി ഓല് തരുന്ന സാധനങ്ങൾ വരാനുള്ളൂ. കുറച്ച് സാധനങ്ങൾ തന്റെ സാധനങ്ങൾ കൊണ്ടിട്ട് വരാല്ലേ? അല്ലടാ, ഇത് ഓല വാങ്ങി തരുന്നത്. ആ ലിമൂസിൻ കാറൊക്കെ ഓല ഇനി ആ ട്രിപ്പ് ഇതൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്ത്. അതേപോലെ തന്നെ നമ്മളുമായി സഹകരിച്ച സഹകരണ സ്ഥാപനമാണ് അൽത്തമാമ്. ഞാൻ ഭയങ്കര കടപ്പെട്ടിരിക്കുന്നുണ്ട് ഓലോട്. അൽത്തമാമെന്നാണ് ഞാൻ എൻ്റെ ഗാഡ്ജറ്റ്സും സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങല്. 3ാമത് ഇത്രയും ലഗേജ്, ഇത്ര പേർക്കുള്ള ലഗേജും സാധനങ്ങളും തന്ന ഇതാണ് നമുക്ക് അൽമദീന സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും. അൽത്തമാമ്, അൽമദീന, അതുപോലെ തന്നെ അൽ സിയ ഗോൾഡും ആണ് നമ്മളെ കൂടുതൽ സഹകരിച്ചത്. സിയ ഗോൾഡാണ്. പിന്നെ ഉള്ള ഒരാളാണ് കലഫു.
മേലറ്റത്ത് അത് എത്ര എങ്ങനെ നന്ദി പറഞ്ഞാല് എനിക്കറിയുന്നറിയില്ല. അതല്ല ലെവല് പറഞ്ഞെന്നാ ഫസ്റ്റ് പറയേണ്ട ആളാണ്. സോ പിന്നുള്ള ആളാണ് എത്തിച്ച പഠിച്ചോനാണ്. പഠിച്ചോന്റെ വലിയ കാരുണ്യാണ് എല്ലാരെ ബന്ധങ്ങളും കൂട്ടി യോജിപ്പിച്ചത്. അതത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും തുറക്കല്ലപ്പാ, തുറന്നു നോക്കാം. ഇതാണ് ഊതിന്റെ വിത്ത്. ശരി. ഇത് കുഴിച്ചിട്ടാല് ഊത്. ഞാൻ എന്നോട് കാരക്കമര ഞാൻ എന്നോട് വിചാരിച്ചു നാളെ തന്നെ നല്ല ഈർപ്പുള്ള വിചാരിച്ചിട്ടാ നല്ല കാരക്കന്റെ തൈ കിട്ടുക. അത് ഇവിടെ ഉണ്ടാവില്ല. ഹൈബ്രിഡ് അതാക്കണ് മലപ്പുറത്ത് സ്കൂളിൽ ഉണ്ടായിക്കണ്. പിന്നെ കായ്ച്ചിക്കണ മലപ്പുറം സ്കൂളിൽ ഒരു ചുറ്റി എന്താ മാതിരി ചാടിക്ക് സ്പ്രേ ഇത് വേണ്ടല്ലോ. ഓയിൽ ഇതോ വെക്കാമായിരുന്നോ? ഇതിനുള്ളിൽ തന്നെ അടിച്ചൊക്കെ ഭയങ്കര മണഗ്രന്ഥി പോയി. അതും ഇതൊക്കെ എടുത്ത് അടിച്ചിട്ട് എന്താ സത്യത്തിലും അത് ഊത് വിത്ത്. ഊതിന്റെ വിത്ത് നല്ല ഈർപ്പുള്ള സ്ഥലത്ത് കരിയേപ്പിൻ്റെ ഒക്കെ ചോട്ടിലായിട്ട് കുഴിച്ചിട്ടാല് അല്ലല്ലോ സത്യം. പിന്നെ എങ്ങനെയാ ഊതുമരം എങ്ങനെയാ ഉണ്ടാവണേ? ഊതുമരാണ് തന്നെ ജിംഷത് വിത്താണോ അത് പുകക്കാനുള്ള മരക്കഷ്ണാണോ? ആഴ്ചമാത്ത കൊണ്ടേ നാളെ ഇട്ടു ചോറുണ്ടാക്കുമ്പോ അടി കൂടെ ആഴ്ചമാത്ത വന്ന് എടുത്തോണ്ട് ചോറുണ്ടാവും. ഒരു ഊതിന്റെ മണം. വെറും ചോറാണെങ്കിൽ ഒരു ഊതിന്റെ മണത്തിൽ ഇങ്ങനെ വരും. ആഴ്ചമാത്താക്ക് ഇത് പോക്കല്ലേ പറഞ്ഞാല് നാളെ തന്നെ പോച്ചാണ്ട് കയ്യിൽ തരും ആഴ്ചമാത്ത. ഫുള്ളായിട്ട് ഒരു ടീമിലാണ് പോകും. ആ അപ്പം സ്മാർട്ട് വാച്ച് ആയില്ലേ? ആ ഇപ്പച്ചേക്ക് ഒരു സ്മാർട്ട് വാച്ച് കിട്ടോ. ഒരു സ്മാർട്ട് വാച്ചും ഒരു നോർമൽ വാച്ചും രണ്ടും കെട്ടിക്കോളി. മുതലായോ? പെട്ടി തുറന്നപ്പോ നാണിക്കുട്ടി നെട്ടിയോ? പെട്ടി തുറന്നപ്പോ നെട്ടിപ്പോയി. ഇത് തുറന്നാനോ? ഇത് നീ എടുത്ത ഇതിലെന്താ വെച്ചാൽ ഇതില് കുറെ മുട്ടായി നമ്മളെ ചെക്കന്മാർക്ക് ഉള്ളതുണ്ട് കേട്ടോ. ഞാൻ ചെക്കന്മാർക്ക് അച്ചൂന് ഇവർക്കൊക്കെ ഓരോരുത്തർക്കും കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് മാത്രമല്ല ഉള്ളത്. സംഭവം ഇവരെന്താ വെച്ചാൽ എല്ലാവരും കൂടി വൻ ഒച്ചമുള്ളിയാണ്. എനിക്കാണെങ്കിൽ ഇവരെ മേലെ ഒച്ചയിൽ സംസാരിക്കാൻ വയ്യ. എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ള പോലെ എനിക്ക് ഒച്ചയിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് ഡോക്ടർ അടങ്ങിക്കാൻ പറഞ്ഞു. എന്നോട് ഒരു ദിവസം 40 മിനിറ്റാണ് എനിക്ക് മുണ്ടാൻ പറ്റുക ഈ വ്ളോഗിങ്ങിന് ഇതിനൊക്കെ ആയിട്ട് മൊത്തത്തിൽ. എന്നിട്ടും പറ്റുന്ന പോലെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ്. ആ മറ്റന്നാൾ സ്കൂളിൽ പോകുമ്പോൾ അടിച്ചണമെങ്കിൽ ഇന്നേ എടുത്ത് ശ്രമിക്കണം. അപ്പൊ എല്ലാരും ആയില്ലേ? എല്ലാവർക്കും എല്ലാം ആയില്ലേ? സേഫ്റ്റി പ്രിക്കോഷനിൽ കടത്തേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ. ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾ. അതിൽ എനിക്ക് ഞാൻ ആകെ കൊടുക്കുന്ന 4 പ്രോട്ടീൻ ബാറും ആ കുമ്പളവെള്ളവും ഒരു കമ്പിച്ചണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എളിമയാർന്ന പെട്ടികൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾ കൂടിയ വ്ളോഗാണ്. എനിക്കൊന്നാമത് സൗണ്ടും ഇല്ല, അതാണ് പെട്ടെന്ന് എൻ്റെ ചെയ്യണത്. സോ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര 3/4 മണിക്കൂറോ 1 മണിക്കൂർ എങ്ങനെ ആയത്? അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ഈ മാസം ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്ലാൻസ് ഉണ്ട് വ്ളോഗിങ്ങിന്. അപ്പം എന്തായാലും എല്ലാ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.